ഇനി നമുക്ക് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് വെച്ച് ഒരു റോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു റോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ റോസ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യെല്ലോ കളർ ആംഗിൾ ത്രെഡ് 3 സ്റ്റാൻഡ്സ് എടുത്തിട്ടുണ്ട്. ആദ്യം ചെറിയൊരു കാസ്റ്റ് ഓൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇത് ഇത്രയും ലെങ്തേ ഉള്ളൂ. ഇവിടെ ഞാൻ 6 തവണ സൂചിയിൽ നൂല് ചുറ്റുന്നുണ്ട്. അടുത്ത സ്റ്റിച്ച് ഈ സ്റ്റിച്ചിൻ്റെ കുറച്ച് താഴെയായിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇത്രയും ലെങ്തേ ഈ സ്റ്റിച്ചിന് എടുക്കുന്നുള്ളൂ. ഇവിടെ 6 തവണ നമുക്ക് സൂചിയിൽ നൂല് ചുറ്റാം. അടുത്ത സ്റ്റിച്ച് മുമ്പേ ചെയ്ത 2 സ്റ്റിച്ചിൻ്റെയും താഴെയായിട്ടാണ് തുടങ്ങുന്നത്. ഈ 2 സ്റ്റിച്ചിൻ്റെയും ആദ്യം ചെയ്ത 2 സ്റ്റിച്ചസിൻ്റെയും ചുറ്റും 3 സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു സൂചി കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് തുണിയിലേക്ക് ഇതുപോലെ കയറ്റി വെച്ചു. ഇനി ഈ 2 സൂചിയിലും കൂടെ ഒരുമിച്ചാണ് നമ്മൾ നൂല് ചുറ്റുന്നത്. നമ്മൾ സാധാരണ ഒരു സൂചിയിൽ നൂല് ചുറ്റുന്ന പോലെ തന്നെ ഇവിടെ ഈ 2 സൂചിയും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ടാണ് നൂല് ചുറ്റുന്നത്. ഇവിടെ ഞാൻ 8 തവണ നൂല് ചുറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ രണ്ടാമത് വെച്ച സൂചിയില്ലേ, ഇത് നമുക്ക് താഴേക്കങ്ങ് വലിച്ച് മാറ്റാം. അടുത്ത സ്റ്റിച്ച് ദേ ഇവിടെ തുടങ്ങണം. ഒരു സൂചിയുടെ മുമ്പത്തെ പോലെ ഇങ്ങനെ കുത്തി വെക്കാം. ഇനി നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചസിനെല്ലാം ഒരു സൂചി കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റിച്ചൊന്ന് വലുതായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 സൂചി വെച്ചിട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ സൂചിയിൽ നൂലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന സൂചിയിൽ ഒരു കുഞ്ഞു നൂല് ഇരിപ്പുണ്ട്. താഴേക്ക് വലിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനത് മാറ്റിയില്ലെന്നേ ഉള്ളൂ. കാസ്റ്റ് ഓൺ സ്റ്റിച്ചിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ മേളിലുള്ള ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഈ 3 സ്റ്റിച്ചസും ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 3 സ്റ്റിച്ചസിന് ചുറ്റുമായിട്ട് ഒരു 5-6 സ്റ്റിച്ചസ് ചെയ്യണം. ഇതിന് ചുറ്റും ചെയ്തിരിക്കുന്ന സ്റ്റിച്ചസ് ഞാൻ വേറെ കളർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ലൈറ്റ് യെല്ലോ കളർ ആംഗിൾ ത്രെഡ് 3 സ്റ്റാൻഡ്സ് ആണ് എടുത്തേക്കുന്നത്. ആദ്യം മുമ്പത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ സൂചി പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വേറൊരു സൂചി എടുത്ത് ഇതുപോലെ തുണിയിലേക്ക് വെച്ചിട്ട് നൂല് ചുറ്റി കൊടുക്കാം. ഒരു 10 തവണ ഞാനിവിടെ ലൂപ്പ് ചുറ്റിയിട്ടുണ്ട്. നമ്മൾ
നമ്മൾ ബുള്ളിയൻ റോസ് ചെയ്ത പോലെ തന്നെയാണ് കാസ്റ്റ് ഓൺ സ്റ്റിച്ചിൻ്റെ റോസിലും സ്റ്റിച്ചിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ബുള്ളിയൻ റോസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഐ ബട്ടണിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ചുറ്റും ഒരു 5 or 6 സ്റ്റിച്ചസ് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ റോസ് കംപ്ലീറ്റ് ആയി. ഇനി ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ ആങ്കർ ത്രെഡ് 3 strands ആണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കേർവ്ഡ് ആയിട്ടാണ് ഞാൻ സ്റ്റെംസ് ചെയ്യുന്നത്. 3 സ്റ്റെംസും ഇതുപോലെ കേർവ്ഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി യെല്ലോ ത്രെഡ് വെച്ച് ഈ സ്റ്റെംസിലൊക്കെ ഞാൻ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 3 strands ആണ് ഇവിടെ എടുത്തേക്കുന്നത്. ഈ വീഡിയോയിൽ യൂസ് ചെയ്തേക്കുന്ന എല്ലാ സ്റ്റിച്ചസിൻ്റെയും സെപ്പറേറ്റ് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ട് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.